സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് സെക്ടർ ജോലി പോലെ വളരെ ഹൈലി പെയ്ഡ് ഒരു ജോലിയൊന്നും അല്ല. എന്ന് വെച്ച് സാലറി വളരെ മോശമാണെന്നും അല്ല. നമുക്ക് ജീവിക്കാനുള്ളതും ചെറിയ ചെറിയ ലക്ഷറീസ് നമുക്ക് ജീവിതത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ശമ്പളം 7th പേ കമ്മീഷൻ മുഖേന ഇന്ന് എല്ലാ സിവിൽ സർവൻസിനും ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരിക്കലും ഒരു പ്രൈവറ്റ് സെക്ടറിൽ ലഭിക്കുന്നത് പോലുള്ളൊരു ശമ്പളമോ കാര്യങ്ങളോ ഇവിടെ ലഭിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലുള്ള കാര്യങ്ങൾ, ആ വക കാര്യങ്ങളെപ്പറ്റി, അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ സെർവ് ചെയ്യാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമ്മളെക്കാളും വളരെ മോശം സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഇതല്ലാതെ വേണ്ട കാര്യങ്ങൾ, ഒന്ന് പഠിക്കാനുള്ളൊരു മനസ്സ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസ് എന്നല്ല, ഒരു ജോലി കിട്ടിയാലും തീരാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നും പഠിക്കാനുള്ളൊരു മനസ്സ് വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഈ പരീക്ഷ ആയതുകൊണ്ട് ഞാൻ വില്ലിങ്നെസ് ടു ലേൺ എന്ന് പറഞ്ഞെങ്കിൽ പോലും ലേണിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഒരു ജോലി കിട്ടിയാലോ അല്ലെങ്കിൽ പ്രായമായാലോ ഒന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ ഈ പരീക്ഷയ്ക്കും ആവശ്യമാണ് നമുക്ക് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പുതിയതായിട്ടുള്ള കാര്യങ്ങളെ അറിയാനും ഒക്കെ ഉള്ള ഒരു താല്പര്യവും ജിജ്ഞാസയൊക്കെ ഈ എക്സാമിനും ആവശ്യമാണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഇൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ്, വായിക്കുക, അതിനെപ്പറ്റി എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ട എഴുത്താണ്. അതായത് മെയിൻ പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ നമ്മൾ എഴുതേണ്ടതുണ്ട്, അത് ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പോൾ അതിനെപ്പറ്റി എഴുതുവാനും സമയബന്ധിതമായി എഴുതി തീർക്കാനും ഒക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അതിലൊക്കെ ഒരു താല്പര്യം വേണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞിട്ട് ഇതിലോട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഇതിനു വേണ്ടി തയ്യാറെടുക്കുക എന്നൊക്കെ ഉള്ളതൊരു വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറും. അതുപോലെ തന്നെ പേഷ്യൻസ് ആൻഡ് പെർസിവിയറൻസ്, ഇത് വളരെ അത്യാവശ്യമാണ്. അത് ജോലി കയറിയാലും വേണം, ജോലി കയറുന്നതിന് മുമ്പും വേണം, അതായത് പഠിക്കുന്ന സമയത്തും വേണം. ക്ഷമയില്ലെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്കുള്ളതല്ല. ഈ പരീക്ഷ തന്നെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കും. കാരണം പരീക്ഷ എഴുതി തീർത്തപ്പോൾ, ഞാൻ നേരത്തെ ആ സ്റ്റേജസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പരീക്ഷ എഴുതി തീർക്കാൻ തന്നെ ഒരു വർഷം വേണം. അപ്പോൾ ആ ഒരു വർഷം ഇതേന്നും പറഞ്ഞ് ഇരിക്കാനുള്ളൊരു മനസ്സ് വേണമല്ലോ. അപ്പോൾ പേഷ്യൻസ് ഇല്ലാത്ത ഒരാൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് ഇത് ഉപേക്ഷിച്ചിട്ട് വേറെ വഴിക്ക് പോകും. അപ്പോൾ പേഷ്യൻസ് വളരെ അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പേഷ്യൻസ് എന്തുകൊണ്ട് വേണമെന്ന് പറഞ്ഞാൽ പെർസിവിയറൻസ് എന്നുള്ള വാക്ക് തന്നെ പറയട്ടെ. ഈ പരീക്ഷയിൽ ഒന്നാമത്തെ അറ്റംപ്റ്റിൽ, ആദ്യ ചാൻസിൽ വിജയിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. പലരും 2, 3, ചിലർ 8, 9 ഒക്കെ അറ്റംപ്റ്റ് എഴുതി ജയിക്കുന്നവരുണ്ട്. 8, 9 അറ്റംപ്റ്റ് എഴുതണമെന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് പലപ്പോഴും ഈ പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ അറ്റംപ്റ്റും എന്ന് പറയുന്നത് ഓരോ വർഷമാണ്. അപ്പോൾ ഇതിനോട് നമുക്കൊരു പേഷ്യൻസ് ഉള്ളതുപോലെ തന്നെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസവും ഈ ഒരു ലക്ഷ്യം നേടുന്നത് വരെ അതിനെ പിന്തുടരാനുള്ളൊരു മനസ്സും വേണം. അതാണ് ഞാൻ പേഷ്യൻസ് ആൻഡ് പെർസിവിയറൻസ് ഇതിന് വേണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു വളരെ അത്യാവശ്യമുള്ളൊരു ക്വാളിറ്റിയാണ്. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അത് സർവീസിൽ കയറി കഴിഞ്ഞാലും അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുതന്നെയാണ് എബിലിറ്റി ടു ബൗൺസ് ബാക്ക് ഫ്രം ഫെയിലിയർ. നമ്മൾക്ക് പരാജയം സംഭവിച്ചാലും, ഒരാൾ പ്രിലിം ക്ലിയർ ചെയ്തു, മെയിൻ ക്ലിയർ ചെയ്തു, ഇൻ്റർവ്യൂ വരെ പോയി, അവസാനം റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പേരില്ല. അപ്പോൾ ഇനി എങ്ങോട്ട് പോകും? വീണ്ടും പ്രിലിമിനറി എക്സാമിൽ എഴുതേണ്ടത്. അപ്പം അവിടെ ഇരുന്ന് അന്ന് ആകെ വിഷമിച്ച് നിരാശനായി അല്ലെങ്കിൽ നിരാശയായി ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ ഫുൾ സൈക്കിൾ പോകാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്കൊരു പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പരാജയത്തിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരാനുള്ളൊരു കഴിവ് അത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പരീക്ഷ തീർച്ചയായും എഴുതണം. പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ശുഭാപ്തി വിശ്വാസം വളരെ അത്യാവശ്യമാണ്. കാരണം വിജയസാധ്യത കുറവുള്ള പരീക്ഷകളിൽ ശുഭാപ്തി വിശ്വാസം ഇല്ലാത്തവർ സ്വാഭാവികമായും മത്സരത്തിൽ നിന്ന് പിന്തള്ളപ്പെടും. ഞാൻ ഇൻ്റലിജൻസിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ അതിലോട്ട് ഇനിയും കടക്കുന്നില്ല. എലിജിബിലിറ്റി കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഈ പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി കണ്ടീഷൻ. IAS, IFS, IPS ഈ 3 സർവീസുകൾക്കും കാൻഡിഡേറ്റ് ഇന്ത്യൻ സിറ്റിസൺ ആകണമെന്ന് നിർബന്ധമുണ്ട്. ബാക്കിയുള്ള സർവീസുകൾ, അതായത് ഇതല്ലാതെയുള്ള ബാക്കിയുള്ള 18 സർവീസുകൾക്കും ഇന്ത്യൻ സിറ്റിസൺ ആകാം, അല്ലെങ്കിൽ നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റൻ റെഫ്യൂജീസ്, അതുപോലെ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഇത് IAS, IFS, IPS മാത്രമാണ് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെന്ന് കഴിഞ്ഞാൽ
ട്രെയിനിങ് അക്കാഡമീസിൽ ഭൂട്ടാനീസും നേപ്പാളീസും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ കൂടെ ട്രെയിൻ ചെയ്യും. കാരണം അവർക്കും ഇതിൽ തടസ്സം ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രൊവൈഡഡ് ഗവൺമെൻറ് അവർക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് എലിജിബിലിറ്റി കൊടുക്കണം, സെൻട്രൽ ഗവൺമെൻറ്. ഏജ് ലിമിറ്റ് 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 32 വയസ്സ് തികയാനും പാടില്ല. ഇത് ഈ വർഷത്തെ പരീക്ഷയുടെ എലിജിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഓരോ വർഷത്തെ പരീക്ഷ വരുമ്പോൾ ആ വർഷത്തെ ഓഗസ്റ്റാണ്, 1 ഓഗസ്റ്റ് കൗണ്ട് ചെയ്യുന്നത്. അതായത് ഈ വർഷം പരീക്ഷ എഴുതാൻ പറ്റുന്നവർ എന്ന് പറയുന്നത് 1992 അതിന് മുമ്പ് ജനിച്ചവരാകരുത്, അതുപോലെ 2003 ശേഷം ജനിച്ചവരും ആകരുത്. ഇത് ഓരോ വർഷവും നമ്മൾ ആ 1 ഓഗസ്റ്റിൻ്റെ ആ വർഷം മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് പോകുന്നത്. ഇനി അപ്പർ ഏജ് ലിമിറ്റ് എല്ലാവർക്കും ഒരുപോലെ അല്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറിക്കുള്ള ഏജ് ലിമിറ്റാണ്. വേറെ കാറ്റഗറീസിന് ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ ഉണ്ട്. SC/ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം, ഡിഫൻസ് സർവീസസ് പേഴ്സണൽ ആണെങ്കിൽ 3 വർഷം, അതുപോലെ എക്സ് സർവീസ്മെൻ മാക്സിമം 5 വർഷം, അതുപോലെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അവർക്ക് 10 വർഷം. ഈ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഏതൊക്കെ കാറ്റഗറിയാണെന്ന് ഞാൻ പറയാം. മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ. ഒരു ഗ്രാജുവേറ്റ് ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഫൈനൽ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് കാത്തിരിക്കുവാണെങ്കിൽ പ്രൊവിഷണലായിട്ട് നിങ്ങളുടെ റിസൾട്ട് UPSC പ്രൊവിഷണലായിട്ട് ഡിക്ലെയർ ചെയ്യും. നിങ്ങൾ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ ആവുകയുള്ളൂ. അറ്റംപ്റ്റിൻ്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യം ഈ പരീക്ഷ എഴുതാം എന്നുള്ളത്, ജനറൽ കാറ്റഗറിക്ക് 6 അത് മുമ്പ് ഞാനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് 4 ആയിരുന്നു. പിന്നീട് അത് ഗവൺമെൻറ് 6 ആക്കി അത് ഇൻക്രീസ് ചെയ്തു. അതുപോലെ OBCക്ക് 9, SC/STക്ക് അൺലിമിറ്റഡ് ആണ്. അതുപോലെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇവർക്ക് 9. ഈ നമ്പർ ഓഫ് അറ്റംപ്റ്റ് പറയുന്നുണ്ടെങ്കിലും ഓരോ കാറ്റഗറിയുടെയും പ്രായവും കൂടെ ഉണ്ട്. അതായത് 6 വയസ്സ് ജനറൽ കാറ്റഗറിക്ക് പ്രായം എന്ന് പറയുന്നത് 32 വയസ്സ് വരെയാണ്. നമ്മൾ ആ ഏജിൻ്റെ അതിൽ കണ്ടല്ലോ. 32 വയസ്സോ 6 അറ്റംപ്റ്റോ ഇതിൽ ആദ്യം ഏത് വരുന്നു അതാണ്. അതായത് 32 വയസ്സ് വരെ എഴുതണം എന്നുണ്ടെങ്കിൽ 6 അറ്റംപ്റ്റും നിങ്ങളുടേത് കാണണം. അല്ല 6 അറ്റംപ്റ്റ് ആദ്യമേ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 32 വയസ്സ് വരെ എഴുതാൻ കഴിയില്ല. അപ്പോൾ വിച്ച് എവർ ഇസ് ഏർലിയർ എന്നുള്ളതാണ് ഓരോ കാറ്റഗറിക്കും ബാധകമായിട്ടുള്ളത്. അതുപോലെ OBCക്ക് അത് 9 അറ്റംപ്റ്റും 37 വയസ്സാണ്. SC/STക്ക് അൺലിമിറ്റഡ് ആണ്, പക്ഷെ അത് 40 വയസ്സ് വരെയാണ് എഴുതാൻ കഴിയുന്നത്. ഇനി ഇതിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫീ ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇതിൽ ഫീസ് കൊടുക്കുന്നതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 3 കാറ്റഗറി ആൾക്കാരെയാണ്. സ്ത്രീകളെ ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് സ്ത്രീകളെ എഴുതുവാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. SC/ST അതുപോലെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഇവർക്കാർക്കും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർക്ക് 100 രൂപയുടെ പ്രിലിമിനറിക്ക് 100 രൂപയുടെ ഫീസുണ്ട്. അതുപോലെ മെയിൻ എക്സാമിനേഷന് 200 രൂപയുടെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് വെൻ ഡു വി സ്റ്റാർട്ട് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ തുടങ്ങാവുന്നത് ഏത് സ്റ്റേജിലും തുടങ്ങാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇവിടെ ഇപ്പം ഞാൻ കാണുന്നത് ഒരു ടീനേജ് കഴിഞ്ഞ ആൾക്കാരെയൊക്കെയാണ് കാണുന്നത്. സോ പ്രിപ്പറേഷൻ തുടങ്ങുവാണെങ്കിൽ എങ്ങനെ തുടങ്ങാമെന്നതിലോട്ട് നമുക്ക് ചെല്ലാം. ആദ്യത്തത്, ഇന്നത്തെ പത്രം ആരെങ്കിലും വായിച്ചോ? കുട്ടികളോടാണ്. പത്രമൊക്കെ വായിച്ചോ? എൻ്റെ മുഖത്തോട്ടേ നോക്കുന്നില്ല. പത്രം വായിച്ചില്ലെങ്കിൽ പത്രം വായിക്കാൻ തുടങ്ങുക. ഏത് പരീക്ഷയ്ക്ക്, ലോകത്തുള്ള ഏത് എക്സാമിനും, അതിന് സിവിൽ സർവീസ് ഒന്നും അല്ല, എല്ലാ പരീക്ഷകൾക്കും പത്രം വായനയും കറണ്ട് അഫയേഴ്സിനെ പറ്റിയുള്ള പരിജ്ഞാനവും ഇല്ലെങ്കിൽ യാതൊരു രക്ഷയും ഇല്ല. അതുകൊണ്ട് പത്രം വായന ഇല്ല എന്നുണ്ടെങ്കിൽ മൊബൈലുണ്ട്. ഞാൻ മൊബൈലിൽ ഗൂഗിൾ ന്യൂസിൽ വാർത്ത വായിക്കുന്നതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് വാർത്ത വായിച്ചു തുടങ്ങി അവസാനം അത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോയാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് പത്രം വായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ഒഴിച്ചുകൂടാനാകാത്തൊരു ഹാബിറ്റാണ്. അതുകൊണ്ട് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായാലും, സിവിൽ സർവീസ് എക്സാമിന് പെർട്ടിക്കുലർലി പത്രം വായിക്കുക. ഇംഗ്ലീഷ് പത്രം വായിക്കുക, മലയാളം പത്രം വായിക്കുക, എന്ത് സംഭവിച്ചാലും പത്രം വായിക്കുക. പത്രവായന ഇല്ലാതെ സിവിൽ സർവീസ് പരീക്ഷ ആരെങ്കിലും ക്ലിയർ ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എനിക്ക് കൂടെ ഒന്ന് അയച്ചു തരിക. അങ്ങനെ ഒരാൾ പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. രണ്ടാമത്തെ കാര്യം, സിലബസ്. UPSCയുടെ വെബ്സൈറ്റ് ഉണ്ട്, upsc.nic.in. ആ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് UPSC എക്സാമിൻ്റെ പ്രിലിമിനറിയുടെയും മെയിൻ്റെയും സിലബസ് കിട്ടും അവിടെ. അതായത് പ്രിലിമിനറിക്ക് പേപ്പേഴ്സ് ജനറലായിട്ട് എല്ലാവർക്കും കോമൺ പേപ്പേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ സിലബസ് ഉണ്ട്. ഞാനിത് സിലബസൊക്കെ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നിങ്ങൾ എന്താണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത്,
ആ എക്സാമിനെ പറ്റി നമ്മൾ അവെയർ ആയിരിക്കണമല്ലോ. അപ്പം നമ്മളിവിടെ ഒരു അവയർനെസ് പ്രോഗ്രാം വെച്ചതിൻ്റെ ഉദ്ദേശം അതാണ്. നമ്മൾ എന്താണ് എക്സാം എന്നുള്ളതിനെ പറ്റി അവെയർ ആകുക. അപ്പോൾ അവെയർ ആകാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം സിലബസ് വായിച്ചു നോക്കുക. സിലബസിൽ എന്താണ് പറയുന്നത്, സിലബസിനനുസരിച്ച് ആവശ്യമായ കാര്യങ്ങൾ എന്താണ്, അത് നിർബന്ധമായിട്ടും വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത്, ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് ഓപ്ഷണൽ ഒറ്റ പേപ്പർ എടുത്താൽ മതി. പക്ഷേ പല പേപ്പേഴ്സ് UPSC ഓഫർ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പേഴ്സ് എല്ലാത്തിൻ്റെയും സിലബസ് വായിച്ചു നോക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ഏതാണ് എന്നൊക്കെ ഉള്ളത്. എൻ്റെ സിലബസ് വായിച്ചു നോക്കുക എന്നുള്ള മസ്റ്റാണ്. നിങ്ങളുടെ കുട്ടികൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോഴേ ഇതൊക്കെ ചെയ്യാവുന്നതാണ്. സിലബസ് വായിച്ചു നോക്കുക. മൂന്നാമത്തത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയുടെയും അതുപോലെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, അത് സോൾവ് ചെയ്യും. UPSCക്കും ഇത് ബാധകമാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, സോൾവ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ സോൾവ് ചെയ്യാനുള്ള ലെവലിലോട്ട് നിങ്ങളായിട്ടില്ല, പക്ഷേ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിർബന്ധമായിട്ടും വാങ്ങിക്കുക, നോക്കുക. ഞാനിവിടെ 1-2 പടങ്ങൾ കൊടുത്തിരിക്കുന്നത് ആ പബ്ലിക്കേഷൻസ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ സിലബസ് ഒക്കെ കൊടുക്കുന്ന പബ്ലിക്കേഷൻസ് ആണ്. ഞാൻ വെറുതെ ഇൻഡിക്കേറ്റീവ് പർപ്പസിന് കൊടുത്തേ ഉള്ളൂ. ഇത് എവിടെ വേണം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ബുക്ക് സ്റ്റോറുകളിൽ ലഭ്യമാണ്. ഇനി ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മസ്റ്റായിട്ട് നോക്കുക. ഒരു കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2010 മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ റെപ്പറ്റേറ്റീവായിട്ട് ക്വസ്റ്റ്യൻ വരുമായിരുന്നു. എന്നുവെച്ചാൽ ചില ക്വസ്റ്റ്യനുകൾ എല്ലാ എക്സാമിനും വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാതെ പോയാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂയിസൈഡൽ മൂവ് അല്ലേ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രവചിച്ച് പോകാൻ പറ്റുമായിരുന്നു. സിവിൽ സർവീസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് ഏകദേശം അത്യാവശ്യമുള്ള ക്വസ്റ്റ്യനുകൾ പ്രവചിച്ച് പോകാൻ പറ്റുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ UPSC അവർ വളരെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി നമുക്ക് ഈ കാര്യം പിടികിട്ടിയെന്ന്. അതുകൊണ്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവചിക്കാത്ത രീതിയിലോട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ മാറ്റി. അപ്പോൾ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയി. എന്നിരുന്നാൽ പോലും കുറച്ചൊക്കെ ഇപ്പോഴും റെപ്പറ്റീഷൻ ഉണ്ട്. അവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാതെ ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്ന കാര്യമല്ല. അടുത്തത് സെലക്ഷൻ ഓഫ് ഓപ്ഷണൽ. പ്രിലിമിനറിക്ക് പണ്ട് ഓപ്ഷണൽ ഉണ്ടായിരുന്നു. ഞാനൊക്കെ എഴുതുന്ന സമയത്ത് പ്രിലിംസിന് ഓപ്ഷണൽ ഒരു പേപ്പർ ഓപ്ഷൻ തന്നെയായിരുന്നു. ഇപ്പം പ്രിലിമിനറിക്ക് ഓപ്ഷണൽ ഇല്ല. അതുകൊണ്ട് പ്രിലിമിനറി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ്, എല്ലാവർക്കും ഒരുപോലെ. പക്ഷേ മെയിൻ പരീക്ഷയ്ക്ക് നമുക്ക് ഓപ്ഷണൽ ഉണ്ട്. ഓപ്ഷണലിന് 2 പേപ്പർ എഴുതാനുണ്ട്. ഈ ഓപ്ഷണൽ പേപ്പേഴ്സ് സെലക്ട് ചെയ്യുന്നതിനെ പറ്റി ഞാനൊരു പ്രത്യേക സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷേ ഒരു ഓപ്ഷണൽ കണ്ടുവയ്ക്കുക എന്നുള്ളത് നേരത്തെ തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെ ആണെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് സിലബസ് നോക്കുമ്പോഴും മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത്, നിങ്ങൾ ഗ്രാജുവേഷന് പഠിച്ചത് തന്നെയാണോ ഈ എക്സാമിൽ ചോദിക്കുന്നതെന്ന്. സാധാരണഗതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ഡിഗ്രി അല്ല, ഈ ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഉണ്ടല്ലോ, ആ ഓണേഴ്സ് ലെവലിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറ്. സോ ഇവിടെ ഇപ്പോൾ പ്യുവർ ഡിഗ്രി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് നോക്കുക. ഓപ്ഷണലിൻ്റെ സിലബസും നിങ്ങൾ പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടോ, എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഒന്ന് അവലോകനം ചെയ്യുന്നത് നേരത്തെ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തത് ബിൽഡിംഗ് ബേസിക്സ് ത്രൂ NCERTs. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. പലപ്പോഴും നമ്മളൊരു കെട്ടിടം പണിയാൻ പോലും ആണെങ്കിൽ ആദ്യം ഇതിനൊരു ഫൗണ്ടേഷൻ ഇടണം അല്ലേ. നിങ്ങൾ പറയും പ്ലാനൊക്കെ വരയ്ക്കണമെന്ന്. ശരിയാണ്, ഞാൻ പറഞ്ഞത് പ്ലാൻ വരച്ചു എന്ന് സങ്കല്പിച്ചോ. നിങ്ങൾ തീരുമാനിച്ചു പരീക്ഷ എഴുതണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ബേസിക്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ബേസിക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ NCERT വായിക്കുക എന്നുള്ളതാണ്. NCERT വിവിധ സബ്ജക്റ്റുകളിൽ ലഭ്യമാണ്. നമ്മുടെ സോഷ്യൽ സയൻസസ് ആയാലും സയൻസ് സബ്ജക്ട്സ് ആയാലും എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി ഇതുപോലുള്ള സോഷ്യൽ സയൻസസ് ആയാലും എല്ലാത്തിൻ്റെയും NCERT. നിങ്ങളിപ്പോൾ 6ാം ക്ലാസ് മുതൽ ഒരു 12ാം ക്ലാസ് വരെയുള്ള NCERTs ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ട ബേസിക്സ് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാവരും ഇന്ത്യയിലാകമാനം എല്ലാ ആസ്പിറൻസും കൃത്യമായി ചെയ്യുന്നൊരു കാര്യമാണ് NCERT വായിക്കുക. കാരണം നമ്മളെല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല നിൽക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചു കാണും, അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചു കാണും. ഒരു ഡിഗ്രി ലെവലിലെത്തുമ്പോൾ ഇതെല്ലാം നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതിന് വേണ്ട ഒരു ബേസിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി NCERT 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERTs വായിക്കുക. അതിൻ്റെ ഓൺലൈനും ഇത് അവൈലബിൾ ആണ്. ഓൺലൈൻ PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. പക്ഷെ കഴിവതും വായിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഓൺലൈൻ ഇത് നോക്കി വായിക്കുക പഠിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി അല്ല, കണ്ണിനും സ്ട്രെയിനാണ് പഠിക്കുമ്പോൾ.
അപ്പോൾ NCERTs നിർബന്ധമായിട്ട് വായിക്കുക. 6 to 12 എല്ലാ NCERTസും കൃത്യമായി വായിക്കുക. അത് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ എക്സാമിന് പഠിക്കാനുള്ളൊരു ബേസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ NCERTs എന്ന് പറയുമ്പോൾ 11th 12th ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൻ്റെ NCERTs നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. കാരണം സയൻസ് സ്ട്രീമിൽ നിന്നിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഈ 11th 12th ഹിസ്റ്ററിയോ ജോഗ്രഫിയോ അല്ലെങ്കിൽ എക്കണോമിക്സോ സിവിക്സോ ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ ആ NCERTസും കൂടെ നിർബന്ധമായിട്ടും വായിക്കും. ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും ഒരു ഗ്രാജുവേഷൻ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു ദിവസം എത്ര നേരം ഡിവോട്ട് ചെയ്യണം? ഒരു മണിക്കൂർ ഡിവോട്ട് ചെയ്താലും നിങ്ങളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും വായിച്ച് തീർക്കാനുള്ളൊരു സമയം കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. സിവിൽ സർവീസ് എക്സാമിൻ്റെ സ്റ്റേജസിനെ പറ്റി ഞാൻ നേരത്തെ ബ്രീഫായിട്ട് പറഞ്ഞു. ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ആദ്യത്തെ പ്രിലിമിനറിയാണ്, ഒബ്ജക്റ്റീവാണ്. നമുക്ക് പ്രിലിമിനറിക്ക് 2 പേപ്പേഴ്സാണുള്ളത്. അതായത് ഈ ജൂൺ 16-ാം തീയതി നടക്കാൻ പോകുന്ന പ്രിലിമിനറിക്ക് 2 പേപ്പേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പറാണ്. രണ്ടാമത്തെ പേപ്പർ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും 200 മാർക്കിൻ്റെയാണ്. ഇതിനുള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നും അറിഞ്ഞൂടാത്തതൊക്കെ കറക്കി കുത്തുകയും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സെലക്ഷനെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടെ ഞാൻ ആ സ്ട്രാറ്റജിയിലോട്ട് വരുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 400 മാർക്സ് ആണ്. അതിൽ CSAT എന്ന് പറയുന്ന പേപ്പർ ക്വാളിഫയിങ് ആണ്. CSAT ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. 33% മാർക്സ് വാങ്ങിച്ച് ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ ജനറൽ സ്റ്റഡീസ് ക്വാളിഫയിങ് അല്ല. ജനറൽ സ്റ്റഡീസ് മെറിറ്റിന് ഫുള്ളായിട്ട് കൗണ്ട് ചെയ്യുന്ന പേപ്പറാണ്. അടുത്തത് മെയിൻസ് എക്സാമിനേഷൻ. ഏകദേശം പ്രിലിമിനറി എക്സാം എത്ര പേര് എഴുതുമെന്നൊരു ഐഡിയ ഉണ്ടാവും? ഇഷ്ടംപോലെ ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യും. എല്ലാവരും ഒന്നും എഴുതൂല. എന്നാലും 5 ലക്ഷം പേര് കുറയാതെ സിവിൽ സർവീസ് പ്രിലിമിനറി എഴുതുന്നുണ്ട്. എത്ര പേര് അപ്ലൈ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് കണക്കറിയില്ല. കാരണം അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം വഴിക്കുന്ന് പോകുന്നവരും ഒക്കെ UPയിലും ബീഹാറിലും ഒക്കെ അപ്ലൈ ചെയ്യും. പക്ഷെ അവസാനം ചിലപ്പോൾ പരീക്ഷ എഴുതാനുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ആയി കാണില്ല എന്ന് വെച്ച് പലരും ഡ്രോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ 5 ലക്ഷം പേരാണ് ഈ സിവിൽ സർവീസ് പ്രിലിമിനറി എഴുതുന്നതെന്ന് സങ്കല്പിക്കുക. അത് കഴിയുമ്പോൾ അടുത്തത് നമ്മൾ മെയിൻസിൻ്റെ സ്റ്റേജിലോട്ട് പോകും. മെയിൻസ് എന്ന് പറയുന്നത് പ്രിലിമിനറി ക്ലിയർ ചെയ്തവർ മാത്രം എഴുതുന്നതാണ് മെയിൻസ് എക്സാം. അപ്പോൾ മെയിൻസ് എക്സാമിന് പ്രിലിമിനറിയിൽ നിന്ന് ഒരു എലിമിനേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതൊരു വലിയ എലിമിനേഷനാണ്. കാരണം ഈ 5 ലക്ഷം പേരെന്നുള്ളത് ഏകദേശം ഒരു 15 മുതൽ 18,000 വരെ, അതായത് ഒരു അറൗണ്ട് 16,000-17,000 ആൾക്കാരായിട്ട് ഈ 5 ലക്ഷത്തിന് UPSC കുറയ്ക്കും. ഇതൊരു വലിയ എലിമിനേഷനായിട്ട് തോന്നുന്നില്ലേ? അതായത് 5 ലക്ഷം പേര് ഇപ്പോൾ നമ്മുടെ 5 ലക്ഷം പേരോട് മത്സരിച്ച് നമ്മളിപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് കടക്കുമ്പോൾ നമ്മുടെ കൂടെ മത്സരിക്കുന്നത് 16,000-17,000 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു രീതിയിൽ നോക്കിയാൽ വലിയൊരു എലിമിനേഷനായിട്ട് തോന്നാം. പക്ഷേ ഇത് അത്ര വലിയൊരു എലിമിനേഷനൊന്നും അല്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 5 ലക്ഷം പേര് എഴുതിയാലും ഒരു 50,000 അല്ലെങ്കിൽ ഒരു 40,000 പേര് ഇതിൻ്റെ അകത്ത്, മുഴുവൻ ഇന്ത്യയുടെ കണക്കാണ് ഞാൻ പറയുന്നത്, ഒരു സംസ്ഥാനത്തെ കണക്കല്ല. അതായത് ഇന്ത്യയിൽ 5 ലക്ഷം പേര് ഈ പരീക്ഷ എഴുതിയാലും അതിൻ്റെ അകത്ത് ഒരു 40,000-50,000 പേര് മാത്രമാണ് സീരിയസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉള്ളത്. ബാക്കി 4.5 ലക്ഷം പേരും വെറുതെ എഴുതുന്നതാണ്. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു പരീക്ഷയ്ക്ക് എഴുത്, അപ്പോൾ ഞാനൊന്ന് എഴുതി നോക്കാം, ഓക്കെ ഞാൻ പോയി എഴുതി. എല്ലാവരും അപ്ലൈ ചെയ്യുന്നു, ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ഞാനും പോയി എഴുതി. ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൂടെ ചേർത്ത് ഒരു 4 ലക്ഷം പേര് വരും. അപ്പോൾ ഈ 50,000 പേരാണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ 50,000 പേരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോമ്പറ്റീഷൻ. 50,000 പേരല്ലേ ഉള്ളൂ എന്ന് പറയരുത്, ആകെ 1000 വേക്കൻസിയേ ഉള്ളൂ. അതിലാണ് ഈ 50,000 പേര് നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജിലോട്ട് നമ്മൾ കടന്നു. 50,000-ത്തിൽ നിന്ന് വീണ്ടും കുറേ UPSC എല്ലാം എലിമിനേറ്റ് ചെയ്ത് അവസാനം ഒരു 17-18 ഓരോ വർഷത്തെ വേക്കൻസി അനുസരിച്ച് ചിലപ്പം കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. സാധാരണ UPSC പറയുന്നത് എത്ര വേക്കൻസി ഉണ്ടോ അതിൻ്റെ 12 മുതൽ 13 തവണ അത്രയും ആൾക്കാരാണ് മെയിൻ പരീക്ഷ എഴുതുന്നതെന്നാണ് UPSCയുടെ ഒരു കാൽക്കുലേഷൻ.